എന്തായാലും അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ പക്ഷെ ഒരു പ്രതിഷേധത്തിനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. BJP-യുടെ പ്രതിഷേധം ചെറിയ തോതിൽ സംഘർഷമുണ്ടാകുന്നു. CPI BJP പ്രവർത്തകർ തമ്മിൽ ഉന്തുതള്ളുമുണ്ടായി. പ്രതിഷേധക്കാർ ഭാരതാംബയുടെ ചിത്രം വീടിന് മുന്നിൽ വെച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. നമുക്ക് കാണാം, ജില്ലയിലെ BJP നേതാക്കളെല്ലാം ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നുണ്ട്. പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ട് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ വേണ്ടി. ആലപ്പുഴയിലെ മന്ത്രി പി പ്രസാദിന്റെ വീടിന് മുന്നിലാണ് ഇപ്പോൾ സംഘർഷാവസ്ഥയുണ്ടായത്. BJP CPI പ്രവർത്തകർ തമ്മിലാണ് ഏറ്റുമുട്ടൽ. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട്. രഘു, പി പ്രസാദാണ് ഈ ഒരു പരിപാടിയുടെ തുടക്കത്തിൽ, അതായത് രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹമാണ് വിട്ടുനിൽക്കുന്നത്. അങ്ങനെയാണ് ഇത് വിവാദമാകുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി പറഞ്ഞു. ഗവർണർ എന്താണ് നിലപാട് സ്വീകരിക്കുന്നത്, തുടർന്ന് അങ്ങോട്ട് എങ്ങനെയായിരിക്കുമെന്നുകൂടി അദ്ദേഹവും പറയുന്നുണ്ട്. ഇത് ഈ നിലയിലുള്ളൊരു റോട്ടിലോ അല്ലെങ്കിൽ വീടിന് മുന്നിലോ ഒക്കെ ഭാരതാംബയെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ ആവശ്യമുണ്ടോ? എന്താണ് നേതാക്കൾ പറയുന്നത്? രാഷ്ട്രീയ പാർട്ടികൾ ഏത് രീതിയിലാണ് സമരം ചെയ്യേണ്ടതെന്ന് അവരുടെ ഒരു വിവേചനാധികാരവും അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ. എന്തായാലും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് മാത്രമേ നോക്കി ഘട്ടത്തിൽ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പി പ്രസാദിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് BJP-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇന്നലെ പി പ്രസാദിന്റെ ചേർത്തല ഓഫീസിന് മുന്നിൽ ആലപ്പുഴ വടക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇന്നാണ് പി പ്രസാദിന്റെ ആലപ്പുഴ ചാരുമൂടുള്ള വീടിന് സമീപത്തേക്ക് BJP പ്രവർത്തകർ ഇന്നലെ നടത്തിയതിന് സമാനമായിട്ടുള്ള പ്രതിഷേധം ആലപ്പുഴ തെക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. അവിടെ ആ ഭാരതാംബയുടെ ചിത്രം വെച്ച് മാല അണിഞ്ഞ ശേഷം പുഷ്പാർച്ചന നടത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഈ സമയത്ത് BJP പ്രവർത്തകർ സ്വാഭാവികമായിട്ട് തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ CPI പ്രവർത്തകരും കൊടികളുമായി സംഘടിച്ചിരുന്നു. രണ്ട് വിഭാഗവും ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. തുടർന്ന് ചെറിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായി. നേരത്തെ തന്നെ മന്ത്രിയുടെ വീടായതുകൊണ്ട് തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. പോലീസിൻ്റെ നല്ല രീതിയിലുള്ള ഒരു പോലീസിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. പോലീസ് ഇടപെട്ട് രണ്ട് കൂട്ടരെയും രമ്യതയിലാക്കി തിരിച്ചയച്ചിട്ടുണ്ട്. BJP അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. ആ BJP-യുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനെതിരായിട്ടുള്ള പ്രതിഷേധം CPI പ്രവർത്തകരും രേഖപ്പെടുത്തിയ ശേഷം രണ്ടു കൂട്ടരും നിലവിൽ സമാധാനപരമായി പിരിഞ്ഞിട്ടുണ്ട്. പോലീസ് സ്ഥലത്തുണ്ട്. ശരി, എന്തായാലും സമാധാന അന്തരീക്ഷത്തോടെ നിലവിൽ കാര്യങ്ങൾ പോകുന്നു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഒരിടത്ത് മന്ത്രി പി പ്രസാദിന്റെ വീടിന് മുന്നിൽ ഭാരതാംബയും ചിത്രം വയ്ക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൻ്റെയാണ് ഇപ്പോൾ കാണുന്നത്. തൃശ്ശൂരിൽ CPI ഓഫീസിൽ ത്രിവർണ്ണ പതാക ഉയർത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പ്രതിഷേധ സൂചകമായി ത്രിവർണ്ണ പതാക ഉയർത്തുകയാണ്. ബിനോയ് വിശ്വം, K രാജൻ അടക്കമുള്ള കുമാർ അടക്കമുള്ളവർ പങ്കെടുക്കും. ഈ പതാകയാണ് ജനങ്ങളുടെ ആവേശം വിളിച്ച മഹത്തായ എല്ലാ പ്രവർത്തനങ്ങളുടെയും അവരുടെ രാഷ്ട്രീയ സ്വകാര്യ പരിപാടികൾ കാണിക്കുന്ന ചിത്രം അതാണ് ആ ശ്രമിച്ചാലും ആ നീക്കം തെറ്റാണ്.